ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഞാൻ കോപ്റ്റർ ബോയിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വന്നത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു ദിവസം ഞാൻ നമ്മുടെ പുതിയ വണ്ടീൻ്റെ റിവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ആ റോഡിൽ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇട്ട് എൻ്റെ RC കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു താർ റോക്സ് നേരെ പോയ വണ്ടി ബ്രേക്ക് പിടിച്ച് റിവേഴ്സ് എടുത്ത് വന്ന് നിന്നത്. അതിൽ നിന്ന് 2 പേര് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നു. അതാണ് ഈ കോപ്റ്റർ ബോയ് ചേട്ടൻ. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. എനിക്കൊന്നും സംസാരിക്കാനില്ല. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ അവിടെ വെച്ച് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഷോക്കായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളീൻ്റെ RC കളക്ഷൻസും എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. ഞാൻ ഒരു ജാട പോലെ ഞാൻ അവിടെ നിന്ന് പോയി. അത് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നി. കാരണം ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസറിനെ എനിക്ക് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്കൊരു നെഞ്ചിനകത്തൊരു കുറ്റബോധം പോലെ തോന്നി. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇത് തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്കറിയാം. കാരണം എനിക്കത് പറയാൻ പറ്റില്ല ആ സമയത്തെ ഫീലിങ്സ്. അതുകൊണ്ടാണ് ഇട്ടത്. അപ്പം നിങ്ങൾ ആരെങ്കിലും കോപ്റ്റർ ബോയ് ചേട്ടനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു തുടങ്ങണം പ്ലീസ്. അപ്പോൾ ചേട്ടാ ഇപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് അപ്പം എനിക്ക് ജാടയാവുന്നില്ല, ഷോക്കായി പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. അല്ലാതെ എനിക്ക് ജാടയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സോറി. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ വീഡിയോ വരാൻ ചിലപ്പോൾ ലേറ്റ് ആയി കാണും. അന്ന് വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യണത്. ബട്ട് അപ്പം എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. അത് ചിലപ്പോൾ അങ്ങനെ ആവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു.